അസ്സലാമു അലൈക്കും. ഹായ് ഓൾ. എനിക്കില്ല നാളെ മന്ത്ലി ക്ലീനിങ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കിച്ചണിലെ കാര്യങ്ങളും ഈ ഒരു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തെടുക്കുക എന്നുള്ള. എനിക്കാണെങ്കിൽ കിച്ചണിൽ വേറെ ആരുമില്ലല്ലോ ഫുഡൊന്നും ഉണ്ടാക്കി തരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ നാളത്തെ ഉച്ചക്കത്തുള്ള തോരൻ്റെതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് അധികവും തിരഞ്ഞെടുക്കുക എന്താണ് മന്ത്ലി ക്ലീനിങ്ങിനായിട്ട്. അപ്പോൾ രാവിലെ സ്കൂളിലാക്കുന്ന ആ ഒരു തിരക്കും ബത്തപ്പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ സമാധാനത്തിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം എന്തെങ്കിലും സ്പെഷ്യൽ വേണം. കാരണം സ്കൂളൊന്നും പോകാണ്ടവർക്ക് സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റിലും കഴിക്കുന്ന ആകെ ഒരു ദിവസം ഈ ഞായറാഴ്ച എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ഈ സൺഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം. അവർക്ക് തിന്നാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയും വേണോ, അതോടൊപ്പം എൻ്റെ ഒരു ക്ലീനിങ് നടക്കുകയും വേണം. അതുകൊണ്ട് തലേ ദിവസം തന്നെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം ഞാനിങ്ങനെ ചെയ്ത് വെക്കും. അതാണ് എൻ്റെ ഒരു പതിവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബീൻസും ക്യാരറ്റും തോരൻ വെക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തിട്ട് തോരൻ ഉണ്ടാക്കി വെക്കാൻ തന്നെ വിചാരിക്കുന്നത്. പിന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. പിന്നെ അതിനായിട്ട് കുറച്ച് സമയം മെനക്കെട്ട് നിൽക്കണ്ട. അപ്പോൾ ക്യാരറ്റും ബീൻസും പച്ചമുളക്, ഉള്ളി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നല്ലപോലെ കൈകൊണ്ട് ഞെരകിടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യുക. ഈസി ആയിട്ടുള്ളൊരു നമ്മുടെ തോരൻ്റെ ഒരു റെസിപ്പിയും കൂടിയാണിത് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, കുറേ ബാറ്റിൽ പരിപാടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ അധികം ഉണ്ടാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി തന്നെയാണിത് കേട്ടോ. ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിനിടയിൽ പൊറോട്ടപ്പൊടി ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ട് പോകുന്ന ആ ഒരു സമയത്തിന് ഞാൻ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം അസർ നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയിട്ട് ചുടുന്നത്. അപ്പോൾ ഇത് നൈറ്റിലേക്കല്ല കേട്ടോ. നാളെ കാലത്ത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പൊറോട്ട ആക്കിയിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇന്ന് രാത്രിയും കഴിക്കാം, രാവിലെയും കഴിക്കാം. പൊറോട്ടയാകുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ചൂടാക്കി നല്ലപോലെ ക്രിസ്പിയാക്കി ചൂടാക്കിയിട്ട് രാവിലെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇഷ്ടമാണ്. ഈ ക്രിസ്പി പോലെ ആയിട്ടുള്ള ആ ഒരു പൊറോട്ടയും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചുടുന്നില്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ വീശിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചുട്ടെടുത്താൽ മതി. ഞാനെന്താ രാവിലെ കിച്ചണിൽ ഒരു ജോലിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ചുട്ടിട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ബീൻസിൻ്റെ തോരന് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചിരടിക്കത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ എന്താണ് നമ്മൾ പ്ലെയിനായിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഒരു സൈഡിൽ തോരനായി. പിന്നെ ഇതിനിടയിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഫിഷ് എന്താണ് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ മോര് കറി പിന്നെ തലേ ദിവസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കി വെക്കും. അല്ലെങ്കിൽ തലേ ദിവസത്തെ ഉച്ചക്കത്തെ ചോറിന് എന്തെങ്കിലും കറി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റും കേട്ടോ. സാമ്പാർ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ചോറിന് എളുപ്പമാവും. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അല്ലാണെങ്കിൽ നെയ്ച്ചോറാണെങ്കിൽ പിന്നെ പെട്ടെന്ന് വെച്ചാൽ മതി. മെയിനായിട്ട് ഞാൻ അധികവും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് സാദാ ചോറ് കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിനോടൊപ്പം പച്ചക്കറിയെല്ലാം ഞാനിങ്ങനെ കുഴച്ച് വായിൽ വെച്ച് കൊടുക്കും. ലഞ്ച് ബോക്സിൽ അധികവും ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് ഇവിടുത്തെ കുട്ടികൾക്ക്. അതുകൊണ്ട് ഇങ്ങനത്തെ ലീവ് വരുന്ന ദിവസങ്ങളിൽ അതാണ്. രാവിലെ പൊറോട്ട സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞാനിത് വീട്ട് പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുത്തത്. മൈദേൻ്റെ പൊറോട്ട എനിക്ക് ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ്, കാരണം അത് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ട് വെച്ച് പിറ്റേന്ന് കാലത്തിതാ നമ്മൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇതെൻ്റെ മോളെ ഡ്രസ്സ് വെക്കുന്നൊരു ഷെൽഫാണ്. ഇത് ഞാൻ ആഴ്ചയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. എന്താണ് ഡ്രസ്സ് എടുക്കും ആകെ വാരി വലിച്ചിട്ട് ഇടും. പക്ഷേങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയില്ല. അതുകൊണ്ട് മാക്സിമം സമയം ഇടുന്ന സമയത്തിൽ ഞാനിങ്ങനെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കൊടുക്കലുണ്ട്. ഇതിപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് എല്ലാം ക്ലീൻ ചെയ്താൽ ഈ ഒരു കബോർഡ് തുറക്കുമ്പോൾ ഇത് ഇത്രയും വൃത്തികേടായിട്ട് നിൽക്കുമ്പോൾ അതൊരു എന്തായാലും ഒരു എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സമയമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അതിനിടയിൽ തന്നെ ഇതും കൂടി അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തിരക്കെ പിടിച്ചിട്ട് മടക്കി എടുത്ത് നല്ലപോലെ ആദ്യം ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. ഇടയ്ക്കിടെ ചെയ്യുന്നുണ്ട്, അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അടിയിലത്തെ ഡ്രസ്സായിരിക്കും അവൾക്ക് വേണ്ടത്. അപ്പോൾ ഒരു വലിയായിരിക്കും, മേലത്തെ ഡ്രസ്സെല്ലാം തലകുത്തി താഴേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയില്ല. അതാണ് മെയിൻ പ്രശ്നം ഈ കുട്ടികളുടെ. എല്ലാവരെയും കുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, നമ്മൾ അത്ര ഒതുക്കി വെച്ചു കൊടുത്താൽ അവരെന്തായാലും അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം അടക്കി പെറുക്കി വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലോസ് ചെയ്ത് ഇനിയിപ്പോൾ എന്താണ് അവളുടെ ബുക്ക് ഷെൽഫ് ഞാൻ അവളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ബുക്ക് ഷെൽഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്ത പല മിസ്റ്റേക്കും ഉണ്ടാവും. അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല. അവരിൽ നിന്ന് ഇനിയിപ്പോൾ പോയ സംഭവമാണെങ്കിൽ പോലും ലാസ്റ്റ് അതൊക്കെ എൻ്റെ തലയിലാണ് വന്നു വീഴുക. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളെ ബുക്ക് ഷെൽഫ് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചോളാം എന്നുള്ള ആ ഒരു ഡ്യൂട്ടി അവർക്ക് തന്നെയാണ്. അത് എല്ലാ സൺഡേയും നമ്മൾ ഈ ഒരു ബുക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നാലും ഒരു തിങ്കളോ ചൊവ്വയോ ബുധനോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ബുക്ക് ഷെൽഫ് വീണ്ടും തദൈവ ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ ആവട്ടെ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മൂപ്പർ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ മോള്. ഇങ്ങനെ ഓരോന്ന് ക്ലീനായിട്ട് വരുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് മനസ്സിന് നല്ല റാഹത്താണ് കേട്ടോ. ചെയ്തെടുക്കാൻ ഭയങ്കര മടി തന്നെ കേട്ടോ ഇറങ്ങിക്കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ എന്താണ് എല്ലാ റൂമിലെയും മാറാലെല്ലാം ഒന്ന് അടിക്കണം. ഫാന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കൊണ്ട് ഫാൻ ക്ലീൻ ചെയ്താൽ നല്ലപോലെ വൃത്തിയായി കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നിട്ടും ഇത്രത്തോളം പൊടിയുണ്ട് കേട്ടോ.
നമ്മളെ ഫാനിലെല്ലാം നമ്മൾ ഒട്ടും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഫാൻ എപ്പോഴും നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അലർജി ഉള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഫാൻ വെള്ള പൊടി എന്ന് പറയുന്നത്. ഇവിടെ മക്കൾക്കെല്ലാം അലർജിയുടെ പ്രശ്നമുള്ളത്, അതുകൊണ്ട് ഞാൻ അധികവും ഇങ്ങനെ ഫാനെല്ലാം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ മാറാലെല്ലടി നല്ലപോലെ അടിച്ച് മാറാല അത്യാവശ്യം ഇനിയിപ്പോൾ എത്ര തരം നമ്മൾ ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണല്ലേ, പെട്ടെന്ന് വീണ്ടും ഉണ്ടാകും, എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് മാറാലയും ഓരോ റൂമിലും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഞാൻ ഷോപ്പിങ്ങിൽ നിങ്ങൾക്ക് കാണിച്ചതല്ലേ വാങ്ങിക്കുന്നത്, അന്ന് അവിടുന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു പിന്നെ ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ ഓരോ വിൻഡോസും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം പൊടി മുട്ടിയെടുക്കുന്നുണ്ട്, പിന്നെ ജനൽ തുറന്നിട്ടിട്ട് ആ ഒരു സൈഡിൽ വിജാഗിരിയുടെ സൈഡിലെല്ലാം ഉണ്ടാകും നമുക്ക് മാറാല കെട്ടിക്കിടക്കുന്നത്. ഇതിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചക്ക് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും ഈ വിൻഡോസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ ഒരു 20-22 ദിവസത്തിൻ്റെ ഉള്ളിൽ, ഒരു മന്ത് ആവാനാവില്ല, അതിന് മുമ്പേ ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം പൊടി ഉണ്ടാവും, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പൊടി ഉണ്ട് ക്ലീൻ ആക്കാനായിന്നുള്ള. അപ്പോൾ ഒരു മന്ത്ലി കണക്കല്ല, നമുക്ക് എപ്പോഴാണോ ക്ലീൻ ആക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ബെഡ്റൂമിൻ്റെ വിൻഡോസ്, ഫാന്, പിന്നെ എവിടെയൊക്കെ പൊടികൾ പോയി നിൽക്കാൻ ചാൻസ് ഉള്ളോ ആ ഒരു സ്ഥലങ്ങളെല്ലാം നമ്മൾ മെയിനായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ വീട് വൃത്തി ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമ്മളെ വീട് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. മാക്സിമം നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ള മടിയാണ് മെയിനായിട്ട്. എനിക്കും എന്താണ് ഈ ഒരു ദിവസം ഇറങ്ങി കിട്ടാനാണ് മടി. ഇറങ്ങിയാൽ പിന്നെ ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ വിൻഡോസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു നമ്മുടെ ബഡ്സ് വെച്ചിട്ടാട്ടോ ഈ ഒരു ബെഡിൻ്റെ സൈഡിൽ ഈ ഒരു വർക്ക് നിങ്ങൾ കാണുന്നില്ല, അവിടെ ഇത്രയും കച്ചറുണ്ട്. അത് ഞാൻ നമുക്ക് തുണി കൊണ്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ബഡ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലെ പൊടിയെല്ലാം ഞാൻ എടുത്ത് മാറ്റുന്നത്. ഇതിനായിട്ട് ബഡ്സ് വാങ്ങിക്കൊണ്ടാക്കുന്നതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ എൻ്റെ ഈ വീട്ടിനുണ്ട്. അത് ഞാൻ അറിയാണ്ട് പെട്ടുപോയൊരു സംഭവമാണ് കേട്ടോ. ക്ലീൻ ആക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. പിന്നെ അലമാരിയുടെ മേൽഭാഗം നമ്മൾ ഓർക്കാത്തൊരു സ്ഥലം കൂടിയാണ് അത്. പലരും ഓർമ്മിക്കുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് അത് അത്ര ബുദ്ധി പോവില്ല. ഈ അലമാരിയുടെ മേൽഭാഗത്ത് ഇത്രയും പൊടി പോയി കിടക്കുന്നുണ്ടാവും എന്നുള്ളത്. ഇതൊരു വീക്കിലി നമ്മൾ അലമാരിൻ്റെ മേലെ ക്ലീൻ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ നല്ലപോലെ പൊടി ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ ഫാനിടുമ്പോൾ അത് നമ്മളെ മൂക്കിലേക്കൊക്കെ വന്ന് ആകെ അലർജിയുടെ പ്രശ്നം കൂടുന്നതിൻ്റെ മെയിൻ റീസണും കൂടി അതാണ്. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചേട്ടാ. പിന്നെ പൊടിമുട്ടലും പിന്നെ മാറാലടിക്കലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുള്ളൂ. ബെഡിലായ പിന്നെ ബുദ്ധിമുട്ടല്ലേ നമുക്ക്. പിന്നെ അടിച്ചു വാരി എടുക്കുന്നുണ്ട് റൂം. ഇടയ്ക്കിടെ ചെയ്യുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ചെയ്യാണ്ട് കുറേ കാലം കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരു 10 ദിവസത്തും വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു ക്ലീനിങ് ചെയ്താൽ ഈസി ആയിരിക്കും. ഇനി പോട്ടെ 1 മന്തിൻ്റെ ഉള്ളിലെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വീട് എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കാര്യം ഉറപ്പാണ്. പല വീട്ടിലും ചിലപ്പോൾ നമ്മൾ പോയിരുന്നാൽ ആ വിൻഡോസിലെ പൊടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ വീട് ക്ലീൻ ഉണ്ട് ഇല്ല എന്നുള്ളത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില സമയത്ത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും രോഗമെല്ലാം വന്നാൽ ചിലപ്പോൾ അങ്ങനെ വീട് അലങ്കോലമായിട്ടെല്ലാം കിടക്കുക. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു അഹങ്കാരത്ത് പറയുന്നതല്ല. എന്നാൽ നമ്മൾ മാക്സിമം ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാവണം. ആദ്യമായിട്ട് മനസ്സാവണം. നമ്മൾ ക്ലീനിങ് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ റൂമും അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെ. ആദ്യം മാറാലടിച്ചിടുക, അതിനുശേഷം എല്ലാം തുടച്ചെടുക്കുക. വിൻഡോസ് നമ്മൾ ആ റൂമിൽ എന്തൊക്കെ ഉണ്ടോ അലമാരി, കബോർഡ് ഒക്കെ തുടച്ചിടുക. അതിനുശേഷം മൂന്നാമത്തേതാണ് ഞാൻ പറയുന്നത് അടിച്ചു വാരി എടുക്കുക എന്നുള്ളത്. അപ്പോൾ പൊടി കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു വാരി എടുക്കുക. ഈ ഒരു അടിച്ചു വരുന്ന ചൂലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചൂല് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത് അടിച്ചു വാരിയത്തരം നമ്മൾ തുടച്ചതുപോലെ ഉണ്ടാവും നമ്മളെ വീട് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടിയാണ് എനിക്ക് കിട്ടിയത്. ഇനി എനിക്ക് എന്തെങ്കിലും കുടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നല്ല അടിപൊളി സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ ചെയ്തുതരാം. ഞാൻ പൊറോട്ടയൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു എനർജി സ്മൂത്തി കഴിച്ചാൽ നമുക്കങ്ങനെ നല്ല ഉഷാറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പൊറോട്ടയെല്ലാം കഴിച്ചാൽ പിന്നെ ഭയങ്കര ടയേർഡായിട്ട് കഴിക്കൂല. ഞാൻ ഉച്ചക്ക് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൊറോട്ട, ജോലിയെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ. ഇനിയിപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യണോ, പിന്നെ കുളിയെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുള്ളൂ. അപ്പം ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഞാൻ എടുക്കുന്നത് സെബീനപ്പൊടിയില്ല, നമ്മൾ സെബീനപ്പൊടി ഏതെങ്കിലും ലോക്കൽ പിന്നെ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബോക്സിലേക്ക് കുറച്ച് സെബീനപ്പൊടി, അതിൻ്റെ മേലെ കുറച്ച് സോപ്പ് പൊടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത് കേട്ടോ. പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും, നമ്മൾക്ക് അധികം ഊരിപ്പോവില്ല, ഒരു ഗ്രിപ്പ് ഉണ്ടാവും. നമ്മളിപ്പോൾ നല്ലോണം പിന്നെ സ്ലിപ്പാകുന്ന ബാത്റൂമിലെല്ലാണെങ്കിൽ വെറും സോപ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ കഴുകുമ്പോൾ കാല് വല്ലാണ്ട് അങ്ങ് സ്ലിപ്പാവില്ല. അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നല്ലതാണ്. സെബീന പൊടി കൂടി മിക്സാക്കി നമുക്ക് കുറച്ച്
കാല് വെക്കുമ്പോൾ കുറച്ച് ഗ്രിപ്പ് ഉണ്ടാവുകയും ചെയ്യും, നമ്മൾ ബാത്റൂം നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. എന്താണ് ഒരു കറ കാര്യങ്ങളൊന്നും ബാത്റൂമിൽ ഇതുകൊണ്ട് കഴുകുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ കുറേ ആയിട്ട് ചെയ്യലുണ്ട്. ഇതിപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ്, സൈഡൊക്കെ തേക്കാനൊരു ബ്രഷ്, ഗ്ലാസ്സൊക്കെ തുടക്കാനുള്ളത്, പിന്നെ ഈ ഒരു പിന്നെ സബീനയും സോപ്പ് പൊടി, ഇതൊക്കെ ഒരു ബക്കറ്റിൽ സൂക്ഷിക്കും. ഇതാണ് ബാത്റൂമിൽ തേച്ച് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത്. നീളത്തിലുള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ബ്രഷ് സൈഡൊക്കെ കഴുകാനും കൂടി വെക്കുന്നത്. ഈ ഒരു ബക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഓരോ ബാത്റൂമിലേക്ക് ഈ ഒരു ബക്കറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി, അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഇത് ബാത്റൂം കഴുകാൻ കുറച്ച് സബീനപ്പൊടി ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മഗ്ഗിലിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പതപ്പിച്ചെടുക്കുക. നല്ലപോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലോറിലേക്ക് ഒഴിക്കുക, ബ്രഷ് ഇട്ട് തേച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വോളും ഇതുകൊണ്ട് തേക്കട്ടെ. ഞാൻ വോള് തേക്കുന്നതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വോളൊക്കെ ഈ ഒരു പൗഡർ മിക്സ് കൊണ്ട് തേച്ചാൽ തന്നെ നല്ല ക്ലീൻ ഉണ്ടാവും. നമ്മൾ കുളിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് സോപ്പിൻ്റെ പതമൊക്കെ ബാത്റൂമിൻ്റെ അവിടെ ഇവിടെ തെറിച്ചിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മളിങ്ങ് പോരും. ആ ഒരു സമയത്ത് അതവിടെ പിന്നെ അതവിടെ ഉണങ്ങിയിട്ട് അവിടെ ഒരു ബ്ലാക്ക് ഒരു കുത്തു പോലെ വരും. അധിക ബാത്റൂമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ പോകാൻ ഈ ഒരു മിക്സ് നല്ലതാണ്. ഞാൻ വീട്ടിൽ കൂടുമ്പോൾ ഉള്ളൊരു ബക്കറ്റ് തന്നെയാണ് ഇത് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ 8 വർഷത്തോളം ഈ ഒരു വൈറ്റ് ബക്കറ്റ് നിങ്ങൾ കാണുന്നില്ല, ഈ വൈറ്റ് ഇതുവരെ ഒരു കുത്തോ കാര്യങ്ങളോ ഈ ബക്കറ്റിന് വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിലെ ബക്കറ്റും പിന്നെ പാട്ടയും തേച്ച് കഴുകി വെക്കുക എന്നുള്ളത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ചില വീടുകളിൽ പോയാൽ ബാത്റൂമിലെ ബക്കറ്റ് പാട്ടൊക്കെ ഇങ്ങനെ വഴുവഴുപ്പുണ്ടാവും അല്ലാതെ. അവിടെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എൻ്റെ ഈ വൈറ്റ്നസ് ഒന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ്. ബക്കറ്റിൻ്റെ സൈഡിലോ അവിടെ ഒരു കറുപ്പ് കുത്തോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. ഞാൻ വീട്ടിൽ കൂടുമ്പോൾ ഉള്ള ശരിക്കും ആ ഒരു സമയത്തിൽ ആ ഒരു ബക്കറ്റ് തന്നെയാണ് ഇപ്പോഴും യൂസ് ആക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്ക് ബാത്റൂമിൻ്റെ ക്ലീനിങ് ഞാൻ ഇടയ്ക്കിടെ തേച്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യം അത്ര അഴുക്കൊന്നുമില്ല. നല്ലപോലെ അഴുക്കുള്ള ബാത്റൂമിലാണെങ്കിൽ നിങ്ങൾ ഇതിട്ട് തേച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ സബീനപ്പൊടി മിക്സ് ചെയ്ത് നമ്മൾ കഴുകുമ്പോൾ അപ്പോൾ ബാത്റൂമിൽ അടിപൊളിയായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആണ് ബാത്റൂം കേട്ടോ. നമ്മൾ തേച്ച് ചെയ്യാൻ കുറച്ച് സമയത്തേക്ക് പൊട്ടിക്കളയാം, പെട്ടെന്ന് ഉപയോഗിക്കാണ്ട്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയമല്ല, ഒരു മണിക്കൂർ അങ്ങനെയെങ്കിലും ഒന്ന് ബാത്റൂം ഡ്രൈ ആകുന്നത് നല്ലതായിരിക്കും. ഇനി സാധാരണ പോലെ തന്നെ തുടക്കൽ പരിപാടിയാണ്. ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ഈ വിൻഡോസ് എല്ലാം എന്തുകൊണ്ട് പൊടി മുട്ടി അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് എല്ലാം തുടച്ചെടുത്ത് അതിനുശേഷം ഇനി തുടക്കുന്നതിൻ്റെ മുമ്പെയാണ് നമ്മൾ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് വീണ്ടും ഒന്നും കൂടി എല്ലായിടെയും തുടച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മാറാല അടിച്ചിട്ട് ഇട്ടതാണ്, അതുകൊണ്ട് ഇനി എല്ലാം തുടച്ചെടുത്താലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് പിന്നെ അവിടെ ഇവിടെ പൊടി ഉണ്ടാവും, നമ്മൾ ഫാൻ ഇടുമ്പോൾ ഇങ്ങനെ പാറിക്കളിക്കും, പിന്നെ നമുക്കിങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. എനിക്ക് അലർജീൻ്റെ നല്ല ബുദ്ധിമുട്ടാട്ടെ ഇങ്ങനത്തെ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് അലമാരി എല്ലാം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്, കാരണം അലമാരിൻ്റെ മേലെല്ലാം പൊടി നമ്മൾ അടിച്ചെടുത്തതാണല്ലോ, അതുകൊണ്ട് എല്ലായിടെയും അവിടെ ഇവിടെ ഉണ്ടാവും. ഈ മാറാല അടിക്കാൻ എനിക്ക് ഏറ്റവും വലിയ മടി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ്. മാറാല അടിച്ചിട്ടാൽ ഒട്ടാകെ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഫ്ലോറ് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഞാനിപ്പോൾ ഓരോ റൂമും 1 by 1 ആയിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളെ വീട്ടിലുള്ള ഞാൻ മേലെയും താഴെ ഒരു ദിവസം ചെയ്യലില്ല. മേലെ ആദ്യം ചെയ്യും ഒരു ദിവസം, പിന്നെ താഴത്ത് ഒരു ദിവസം, അങ്ങനെയാണ് ചെയ്തെടുക്കുക. എനിക്ക് ഒരുമിച്ചിട്ട് കഴിയൂല കേട്ടോ. 2 ഫ്ലോറും ഒരുമിച്ചിട്ട് ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തെടുക്കുന്നില്ലേ, ഹെൽപ്പിനൊന്നും ആരുമില്ലല്ലോ, അതുകൊണ്ട് കഴിയൂല. അതുകൊണ്ട് താഴത്തെ മാത്രം ഏരിയയാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അവിടെ എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ തുടച്ചെടുക്കുന്നത്. ഈ തുടക്കാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല കേട്ടോ, ഈസിയാണ്, വേഗം കഴിയും. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അടിച്ച് വരിയെടുക്കലാണ്. അപ്പോൾ ബെഡൊന്നും പിരിച്ചിട്ടില്ല, കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ലുഹാ നിസ്കാരത്തിന് ആ ഒരു ടൈമിനേക്ക് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഏർലി മോർണിംഗ് ഇറങ്ങിയത് കൊണ്ടാണ്, കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയിട്ടില്ല, ലഞ്ച് ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നേരെ രാവിലെ എണീച്ച് ചായ കുടിച്ച് ഞാൻ ക്ലീനിങ്ങിനാണ് ഇറങ്ങിയത്. അപ്പോൾ വെയിലിന് അത്യാവശ്യം ചൂട് പിടിക്കുന്ന സമയത്തേക്ക് നമുക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവുകയും ചെയ്യാം. ഏകദേശം ഒരു 3.5 മണിക്കൂറത്തെ പണിയായിരിക്കും ഉണ്ടാവുള്ളൂ. 1.5 മണിക്കൂർ നമുക്ക് അടിച്ചു വരാനും, 1 മണിക്കൂർ തുടക്കാനും, 2.5 മണിക്കൂർ, ഒരു അരമണിക്കൂർ ബാത്റൂം ക്ലീനിങ്ങിനും, അങ്ങനെയൊക്കെ ഒരു 3.5-4 മണിക്കൂർ. ഇപ്പോൾ സ്പീഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ മതിയായിരിക്കും. എനിക്കൊക്കെ ഏകദേശം 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റലുണ്ട്. അത്രയും മതി. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു ജോലി ചെയ്യുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ബെഡൊക്കെ പിരിച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ എന്തൊരു നീറ്റാട്ടാ. പക്ഷേങ്കിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കിട്ടുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു സ്റ്റെപ്പാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും എന്താ പറയുക, മാക്സിമം അവരവരെ വീട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വീടല്ലേ, നമ്മൾ അത്രയും അധ്വാനിച്ച് നമ്മൾ ഹസ്ബൻഡിൻ്റെ ഒക്കെ അത്രയും കഷ്ടപ്പാടും എനർജിയും പൈസയും ഒക്കെ അല്ലേ. അത് നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട്, നമ്മൾ അനാസ്ഥ കൊണ്ട് ആ വീട് അലങ്കോലപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ അവരോടുള്ളൊരു സ്നേഹപ്രകടനം കൂടിയായിരിക്കും നമ്മളെ വീട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്.
എത്ര ചെറിയ വീടാണെങ്കിലും നമ്മളെ ക്ലീനിങ് എങ്ങനെയുണ്ടോ അതുപോലെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഫ്ലോറിലെല്ലാം ഞാൻ പറയും കാവി തേച്ച വീടാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യുന്ന ആ വീട്ടിൽ പോയി ഇരിക്കാൻ തന്നെ പ്രത്യേക ഒരു ഫീലായിരിക്കും. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരെ സമയവും സൗകര്യം അനുസരിച്ച് ഒരു ഡേ ഫിക്സ് ചെയ്യുക. അന്ന് നമ്മൾ എല്ലാം മാറ്റി വെച്ച് നമ്മളെ വീട് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുക. ശരീരവും നമ്മളെ വീടും ഒക്കെ വൃത്തിയായിട്ട് ഇരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ